السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. حضرت مسیح موعود വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം തന്റെ ആഗമനോദ്ദേശത്തിന്റെ 5 ശാഖകൾ വിവരിച്ചിട്ടുണ്ട്. അവയിലൊന്ന് വിജ്ഞാപനങ്ങളുടെ പ്രസിദ്ധീകരണമാണ്. ഒരിടത്ത് അദ്ദേഹം പറയുന്നു, ഇന്ന് ഞാൻ ന്യായപൂർത്തീകരണത്തിനായി എതിരാളികളെയും നിഷേധികളെയും ക്ഷണിച്ചുകൊണ്ട് 40 വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചു. ഞാൻ ഏത് കാര്യത്തിനായാണോ അയക്കപ്പെട്ടത് അത് സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ ന്യായപൂർത്തീകരണം വരുത്തുന്നതിനായിട്ടായിരുന്നു അത്. ഇതേതാനും വിജ്ഞാപനങ്ങളോ അല്ലെങ്കിൽ ഒരിക്കൽ മാത്രമോ അല്ല, മറിച്ച് ഒന്ന് പരിശോധിക്കുന്നതായാൽ വാദം പുറപ്പെടുവിക്കുന്നതിന് മുമ്പുള്ള കാലം തൊട്ട് മരണം വരെ ഒരുപാട് വിജ്ഞാപനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ വിജ്ഞാപനങ്ങളെയെല്ലാം നോക്കുകയാണെങ്കിൽ അവയിൽ ചിലത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അവ മതലോകത്തെ ഒരു ഖജനാവാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റു മതസ്ഥരെയും നാശത്തിൽ നിന്നു രക്ഷിക്കാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഏകനായിക്കൊണ്ട് അത് ചെയ്യാറുണ്ടായിരുന്നു. അതിനായി വളരെ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ വിജ്ഞാപനങ്ങൾ തന്നെയും സൃഷ്ടികളോടുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പയും അവരുടെ സംസ്കരണത്തിനായുള്ള വേദനയും വെളിവാക്കുന്നതാണ്. ആ വേദന നിലനിർത്തുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നത് ആ പുണ്യാത്മാവിന്റെ ജമാഅത്തിലെ അംഗങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വാഗ്ദത്ത മസീഹിന്റെ ഈ വേദനയും ഇതിനായുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമത്തെയും പറ്റി ഒരിടത്ത് പറയുന്നു, വാഗ്ദത്ത മസീഹിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പാകെയുണ്ട്. തന്റെ രോഗത്തെ വകവയ്ക്കാതെ അദ്ദേഹം രാവും പകലും ജോലിയിൽ മുഴുകുമായിരുന്നു. വിജ്ഞാപനങ്ങൾ തുടരെ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ട ജനങ്ങൾ അത്ഭുതം കൂറുമായിരുന്നു. ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് അതിന്റെ സ്വാധീനവും എതിർപ്പും കെട്ടടങ്ങിയിട്ടുണ്ടാവില്ല.
भी कम ना होता था। അപ്പോഴേക്കും അടുത്ത വിജ്ഞാപനം അദ്ദേഹം പ്രസിദ്ധീകരിക്കുമായിരുന്നു. हत्ता के बाद लोग कहते ഏതുവരെ എന്നാൽ ചിലർ പറയുക വരെയുണ്ടായി, ഇത്തരം സന്ദർഭങ്ങളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചാൽ ചിലരിൽ വളരെ മോശമായി ബാധിക്കുമെന്ന്. എന്നാൽ അദ്ദേഹം അതൊന്നും തന്നെ ഗൗനിച്ചില്ല. कि लोहा गर्म ही कूटा ഇരുമ്പിനെ ചൂടാക്കിയാലേ പാകപ്പെടുത്താനാവൂ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. लगता, ആവേശം കുറച്ചൊന്ന് തണുത്തെന്ന് കണ്ടാലുടനെ അടുത്ത വിജ്ഞാപനം ഹുസൂർ പ്രസിദ്ധീകരിക്കുമായിരുന്നു. का शोर विपा हो जाता, അക്കാരണത്താൽ എതിർപ്പിന്റെ ശബ്ദം എപ്പോഴും സംജാതമായിക്കൊണ്ടിരുന്നു. काम किया। രാവും പകലും അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്തു. വിജയിക്കാനുള്ള മാർഗവും ഇതുതന്നെയാണ്. നാമും ഈ മാർഗം അവലംബിക്കുകയാണെങ്കിൽ इस बात വിജയിക്കാവുന്നതാണ്. എതിർപ്പ് കുറയണമെന്ന് നാം कम होने दी, ആഗ്രഹിക്കരുത്. मुखालफत होती रहे, എതിർപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയും तभी असर। കൂടെ തന്നെ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്താലേ ഫലമുണ്ടാകൂ. मुस्लिम माऊद ഹസരത് മുസ്ലിം മൗദ് जिक्र करते हुए फरमाते, വാഗ്ദത്ത് മസീന്റെ കാലത്തെ സംബന്ധിച്ച് പറയുന്നു, വാഗ്ദത്ത് മസീന്റെ കാലത്ത് तबलीग इश्तिहारात के जरिए से തബ്ലീഗ് വിജ്ഞാപനങ്ങളിലൂടെയാണ് നടന്നിരുന്നത്. 2-4 सफ़हात पर मुश्तमिल होते थे। 2-4 പേജുകളുള്ള വിജ്ഞാപനങ്ങളായിരുന്നു അവ. तहलका मचा दिया जाता था। അവയിലൂടെ രാജ്യത്ത് इनकी ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിരുന്നു. വളരെയധികം വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ആധിക്യം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് औकात 1000-2000 എണ്ണമായിരുന്നു. शाया किए जाते, ചിലപ്പോൾ 10,000-കണക്കിന് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ടായിരുന്നു. 20 गुना ज्यादा है। अब इश्तिहारी प्रोपेगेंडा ये होगा कि इश्तिहारात 50-50 हजार बल्कि लाख എന്നാൽ ഇപ്പോൾ നമ്മുടെ ജമാഅത്തിൽ എത്ര ഇരട്ടിയാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. हो ഇക്കാലത്ത് വിജ്ഞാപനങ്ങൾ 50,000-ലും ലക്ഷത്തിലുമായിരിക്കണം പ്രസിദ്ധീകരിക്കപ്പെടേണ്ടത്. अगर इश्तिहारात पहले എന്നിട്ട് നിങ്ങൾ നോക്കുക, വിജ്ഞാപനങ്ങൾ എങ്ങനെയാണ് ആളുകളെ നമ്മിലേക്ക് അടുപ്പിക്കുന്നതെന്ന്. 2-3 दफा ही कर दिया, ആദ്യ വർഷം 12 പ്രാവശ്യമാണ് വിജ്ഞാപനം 4 पर പ്രസിദ്ധീകൃതമായതെങ്കിൽ തന്നെയും लाख लाख ഈ പ്രത്യേക വർഷം 1-2 പ്രാവശ്യം പ്രസിദ്ധീകരിച്ചാൽ തന്നെയും 1-2 പേജുകളിൽ ലക്ഷക്കണക്കിന് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതെത്രമാത്രം സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന്. मैंने 3-4 വർഷം മുമ്പ് ഞാൻ ജമാഅത്തുകളോട് പറഞ്ഞിരുന്നു, ओवर का बनाकर 1-2 പേജുകളിലായി തബ്ലീഗ് പരിപാടികൾ നടത്തണമെന്ന്. और इसका टारगेट भी दिया था कि लाख ലക്ഷക്കണക്കിന് നോട്ടീസുകൾ വിതരണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുള്ള ടാർഗറ്റ് നൽകിയിരുന്നു. खूबसूरत तालीम का भी അതിലൂടെ ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. कि इस्लाम की हकीकत क्या है, दुनिया को पैगाम ഇസ്ലാമിക സന്ദേശത്തിന്റെ യാഥാർത്ഥ്യവും ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇക്കാലത്ത് അള്ളാഹു വാഗ്ദത്ത് മസീഹിനെ അയച്ചുകൊണ്ട് फिर से ഇസ്ലാമിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും दीन को जारी फरमाया। അതിന്റെ സുന്ദരാധ്യാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന സന്ദേശം ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. खुदा ताला अपने അള്ളാഹു തന്റെ ദാസരെ ശൈത്താനിൽ നിന്ന് രക്ഷിക്കുന്നതിന് अपने फरिश्तादों को भेज തന്റെ വരിഷ്ഠദാസരെ അയക്കുന്നുവെന്ന് അവർ അറിയുന്നതാണ്. ഏതായാലും ഇങ്ങനെ പ്രവർത്തിച്ച ജമാഅത്തുകളെല്ലാം വളരെ പോസിറ്റീവായ ഫലങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. मुस्बत चाहे वहाँ निकले। സ്പെയിനിൽ ജാമ്യയിലെ വിദ്യാർത്ഥികളെ ഞാൻ അയച്ചിരുന്നു. जामिया के तलबा को मैंने भेजा था, അവിടെ അവർ നന്നായി പ്രവർത്തിക്കുകയുണ്ടായി. उन्होंने बड़ा काम किया वहाँ। ഏതാണ്ട് और 3 മാസത്തിനുള്ളിൽ വിവിധ പാംഫ്ലെറ്റുകൾ വിതരണം ചെയ്തു. जनाब അതുപോലെ कनाडा के तलबा ജാമ്യ അഹമ്മദിയ കാനഡയിലെ വിദ്യാർത്ഥികളും സ്പെയിനിലും में और മെക്സിക്കോയിലും ചെന്ന് നോട്ടീസുകൾ വിതരണം ചെയ്യുകയുണ്ടായി. जाकर ये അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ अल्लाह ताला की फजल ഇതുമൂലം തബ്ലീഗിന്റെ മേഖലകൾ വിശാലമായിരിക്കുകയാണ്. और बैतें भी हुई हैं। ബയ്യത്തും ഉണ്ടായിട്ടുണ്ട്. ആയതിനാൽ बस इसके लिए വലിയ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിനു പകരം 2 वर्क ഒന്നിനു പുറകെ മറ്റൊന്നായി ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുകയും जाना चाहिए, അത് വിതരണം ചെയ്ത് കൊണ്ടിരിക്കേണ്ടതുമാണ്. बड़ी किताबें तकसीम की जाएं। ലഘുലേഖകളും इश्तिहार എങ്ങനെ വിതരണം ചെയ്യണം എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ख्याल फरमाते हुए एक जगह हज़रत मुस्लिम मऊद ने മുസ്ലിമോദ് റളിയല്ലാഹു പറയുകയുണ്ടായി, फरमाया, ചിലർ സ്വയം തന്നെ ലഘുലേഖകൾ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. माने भी चाहते थे, अब भी അക്കാലത്തും ആളുകൾ ആഗ്രഹിച്ചിരുന്നു. गो ഇപ്പോഴും അത്ര എണ്ണത്തിലൊന്നുമല്ലെങ്കിലും कर सकते, लेकिन बहरहाल अब അത് ആഗ്രഹിക്കുന്നവരുണ്ട്. चाहते हैं। അത് സംബന്ധിച്ച് ഹസരത്ത് മുസ്ലിമോദ് പറയുന്നത് ഇങ്ങനെയാണ്: എന്താണ് ചെയ്യേണ്ടതെന്നാൽ മർക്കസിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുകയാണ് വേണ്ടത്. तकसीम किया जाए, അതിനെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. बढ़ाई जाए। खुद സ്വന്തം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിൽ ചിലപ്പോൾ संधि भी आ
പ്രകടനാത്മകത ഒളിഞ്ഞിരിക്കാം. नाम भी निकले। എന്റെ പേരും വരുമല്ലോ എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഇതൊരു വല്ലാത്ത രോഗമാണ്. ഇതിനെ സംബന്ധിച്ച് വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം ഒരു കഥ പറയാറുണ്ട്. एक किस्सा बयान फरमाया गया, അതായത് यानी खुद पसंदी या खुद अपना ചിലർക്ക് തങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള താല്പര്യമുണ്ടാകും. അതിനെപ്പറ്റി വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം ഒരു കഥ പറയാറുണ്ടായിരുന്നു. इस्लाम एक किस्सा बयान, ഒരു സ്ത്രീ ഒരു മോതിരം ഉണ്ടാക്കിച്ചു. എന്നാൽ ഒരു സ്ത്രീയും അതിനെ സ്തുതിക്കുകയുണ്ടായില്ല. औरत ने उसकी ഒരു ദിവസം അവൾ തന്റെ വീടിന് തീ വെച്ചു. उसने अपने घर, ജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവൾ പറഞ്ഞു, और जब लोग इकट्ठे हों ഈ മോതിരം മാത്രമാണ് രക്ഷപ്പെട്ടത്, सिर्फ ये വേറെ ഒന്നും രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ല. और कुछ नहीं, അവര് ചോദിച്ചു, ഇതെന്നാണ് ഉണ്ടാക്കിയത്? कब बनवाई है? ഇതാരെങ്കിലും നേരത്തെ ചോദിച്ചിരുന്നുവെങ്കിൽ लेता पहले तो मेरा എന്റെ വീട് കത്തി നശിക്കുമായിരുന്നു. तो गरज ചുരുക്കത്തിൽ पसंदी പ്രസിദ്ധി ആഗ്രഹിക്കുക എന്നത് कि जिसको लग जाए എത്രമാത്രം അപകടകരമായ രോഗമാണെന്ന് വെച്ചാൽ അതാരെങ്കിലും ബാധിച്ചാൽ പിന്നെ അവനെയും കൊണ്ടേ പോകും. यार की बात नहीं है। മനുഷ്യനെ അത് അറിയാൻ പോലും സാധിക്കില്ല. जब ഇത് വിജ്ഞാപനത്തിന്റെ മാത്രം കാര്യമല്ല, മറ്റു കാര്യങ്ങളിലും പ്രകടനാത്മകത തലയിൽ ഉദിച്ചാൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ അതുമൂലം യാതൊരു ഫലവും ലഭിക്കില്ലെന്ന് മാത്രമല്ല, അത് നഷ്ടം വരുത്തിവെക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ തബ്ലീഗിന്റെ മേഖല तो तबलीग के मैदान എത്രമാത്രം വിശാലമാണെന്നാൽ इतनी वसत पैदा ഇനി ആരെങ്കിലും വ്യക്തിപരമായി कि अगर कोई പംഫ്ലറ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ തന്നെ पॉम्फलेट शायद करे तो बहुत मामूली होगा, അത് വളരെ നിസ്സാരമായിരിക്കും. ഏതായിരുന്നാലും लेकिन बहरहाल अपने हल्के തങ്ങളുടെ വൃത്തങ്ങളിലെങ്കിലും പ്രകടനാത്മകത ഉണ്ടാകുന്നതാണ്. ഇനി ആരെങ്കിലും സതുദ്ദേശത്തോടെ ചെയ്യുകയാണെങ്കിൽ തന്നെ, सिर्फ खुद पसंदी की खातिर कर रहा എല്ലാവരും പ്രദർശനാത്മകമായാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. സതുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. സ്വന്തമായി പ്രസിദ്ധീകരിക്കുന്നവർ വിചാരിക്കുന്നത് അത് നല്ലതാണ് എങ്കിൽ പിന്നെ അതിനെ വിശാലമാക്കേണ്ടതാണ്, അതിനെ വ്യാപിപ്പിക്കേണ്ടതാണ്. अगर वो फायदा അതുകൊണ്ട് അത് പ്രയോജനപ്രദമാണെന്ന് ആരുടെയെങ്കിലും മനസ്സ് പറയുന്നുണ്ടെങ്കിൽ जिससे इश्तिहार അതിലൂടെ ആ വിജ്ഞാപനം നല്ല രീതിയിൽ ഉണ്ടായി തീരുമെന്നാണെങ്കിൽ, लोगों की तवज्जो खींचने वाला भी हो, मजमून भी അത് ആകർഷണീയമാവുമെന്നാണെങ്കിൽ, ജനങ്ങളുടെ ശ്രദ്ധ തിരിയുന്നവയാണെങ്കിൽ, നല്ല വിഷയമാണെങ്കിൽ പിന്നെ ജമാഅത്ത് വ്യവസ്ഥിതിക്ക് അത് സമർപ്പിക്കേണ്ടതാണ്. उसको शाया करता है। അത് നല്ലതാണെങ്കിൽ ജമാഅത്ത് അത് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇനി ഞാൻ വാഗ്ദത്ത മസീഹിനെ സംബന്ധിച്ചും സഹാബാക്കളെ സംബന്ധിച്ചുമുള്ള മുസ്ലിമോ തആല അൻഹുവിന്റെ ചില ഉദ്ധരണികൾ ഞാൻ കേൾപ്പിക്കുന്നതാണ്. किस्म के हैं वो पेश करता हूँ। ഒരിടത്ത് അദ്ദേഹം പറയുന്നു, एक जगह फरमाते हैं, അഫ്ഗാനിസ്ഥാനിലെ ശുഹദാക്കൾക്ക് കല്ലേറേറ്റപ്പോൾ पत्थर पड़ते थे അവർ പരിഭ്രമിച്ചിരുന്നില്ല, तो घबरा മറിച്ച് സ്ഥിരചിത്തതയോടും ധൈര്യത്തോടും അവർ അത് ഏൽക്കുമായിരുന്നു. ഒരുപാട് ഏറെ അവർ കൊണ്ടപ്പോൾ സാഹിബ് സാദ, അബ്ദുൽ ലത്തീഫ് സാഹിബ്, നിയമത്തുള്ള സാഹിബ്, മറ്റു ശുഹദാക്കളും പറഞ്ഞത്, दूसरे शहदा ദൈവമേ ഇവരോട് കരുണ കാണിച്ചാലും ഇവർക്ക് ഹിദായത്ത് നൽകിയാലും എന്നാണ്. और उन्हें हिदायत കാര്യം എന്താണെന്ന് വെച്ചാൽ, बात ये ദൈവസ്നേഹം ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ है इंसान के अंदर അവന്റെ അവസ്ഥ തന്നെ മാറുന്നതാണ്. तो उसका रंग ही बदल जाता है, അവന്റെ വാക്കുകൾക്ക് പ്രഭാവമുണ്ടാവും. उसकी बात में तस्वीर അവന്റെ മുഖത്തെ പ്രകാശകിരണങ്ങൾ ജനങ്ങളെ ആകർഷിക്കും. शुआएं ഹസ്രത്ത് മുസ്ലിമോദ് തലാൻഹു പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, വാഗ്ദത്ത മസീന്റെ കാലത്ത് मसीह मौद अलैहिस्सलाम के जमाने ഇവിടെ കാദ്യാനിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു. हजारों लोग आए, അവർ വാഗ്ദത്ത മസീഹിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, अलैहिस्सलाम को देखा ഈ മുഖം तो यही कहा, ഒരിക്കലും ഒരു കള്ളവാദിയുടെ ആവാൻ തരമില്ല. झूठों का नहीं हो सकता, വാഗ്ദത്ത മസീഹിൽ നിന്നൊരു വാക്കുപോലും കേൾക്കാതെ आपके मुंह से ना सुन അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ले आए। ഈ മാതൃകകൾ നമുക്ക് എന്നും കാണാവുന്നതാണ്. सालें आजकल भी ഒരുപാട് കത്തുകൾ എനിക്ക് വരാറുണ്ട്. कई അതിൽ അവർ പറയാറുണ്ട്, जिनमें ये जिक्र होता है, ഞങ്ങൾ വാഗ്ദത്ത മസീഹിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞുപോയി, तस्वीर देख ഈ മുഖം ഒരു കള്ളവാദിയുടേത് ആയിക്കൂടാ എന്ന്. അങ്ങനെ അവർ ബൈത്ത് ചെയ്തു. नहीं हो सकता और बैत कर ली। ഹസരത്ത് മുസ്ലിം മൗദ് തആലാഹു പറയുന്നു, मुस्लिम फरमाते हैं ഹസരത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയാറുണ്ടായിരുന്നു, तो इस्लाम फरमाते മൂന്ന് വിധത്തിലുള്ള ആളുകൾ നമ്മുടെ ജമാഅത്തിലുണ്ട്. कि लोग हमारी जमात में शामिल हैं। പറയുന്നു, ഞാൻ ഇക്കാര്യം फरमाते हैं വാഗ്ദത്ത മസീഹിൽ നിന്ന് പലവട്ടം കേട്ടിട്ടുണ്ട്. हज़रत मसीह मौद अलैहिस्सलाम से बार അദ്ദേഹം പറയാറുണ്ടായിരുന്നു, आप फरमाया करते थे, നമ്മുടെ ജമാഅത്തിൽ മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്. 3 किस्म के लोग हैं। എന്റെ വാദത്തെ एक तो പഠിച്ച് മനസ്സിലാക്കി ബയ്യത്ത് ചെയ്തവരാണ് ഒരു കൂട്ടർ. समझकर
ആ കാലത്ത് ഇസ്ലാമിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. इस्लाम की हालत काफी खराब थी। മുസ്ലിങ്ങൾ ചിന്നിച്ചിതറിയിരുന്ന കാലമായിരുന്നു അത്. मानों का शिरादा बिल्कुल അതുകൊണ്ട് വ്യത്യസ്ത പ്രകൃതക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. तबाह पैदा हो चुकी थी। അങ്ങനെ വ്യത്യസ്ത പ്രകൃതക്കാരായ ആളുകൾ ഒരു ജമാഅത്ത് കണ്ടപ്പോൾ, വാഗ്ദത്ത മസീഹിനെ കണ്ടപ്പോൾ അവരതിനെ സ്വീകരിച്ചു. तो कबूल किया। ആ ആളുകളുടെ അവസ്ഥയാണ് വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാം പറയുന്നത്. जिक्र फरमा रहे हैं हज़रत मसीह ഇവർ 3 തരക്കാരുണ്ട്. कि ये 3 किस्म, അതായത് ആദ്യത്തെ കൂട്ടർ यानी पहली किस्म എന്റെ വാദത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ബൈഅത്ത് ചെയ്തവരാണ്. समझकर और सोचकर अहमदी എന്റെ നിയോഗോദ്ദേശം എന്താണ് എന്ന് അവർക്കറിയാം. कि मेरी बेइज्जत की गरज क्या है। മുമ്പ് പ്രവാചകന്മാരുടെ അനുയായികൾ ചെയ്തതുപോലുള്ള ത്യാഗങ്ങൾ पहले अंबिया തങ്ങളും ചെയ്യേണ്ടവരാണ് എന്നവർ മനസ്സിലാക്കുന്നവരാണ്. उसी रंग में हमें भी कुर्बानियां करनी, എന്നാൽ ഒരു വിഭാഗം ആളുകളുണ്ട്, मगर एक और जमात അവർ മൗലവി നൂറുദ്ദീൻ സാഹിബ് കാരണത്താലാണ് ജമാഅത്തിൽ വന്നിരിക്കുന്നത്. हज़रत मौलवी नूरुद्दीन साहब की वजह से हमारे सिलसिले में दाखिल हुई। അവർക്ക് എന്റെ ആഗമന ഉദ്ദേശം അറിയില്ല. बेइज्जत की गरज മൗലവി നൂറുദ്ദീൻ സാഹിബ് ജമാഅത്തിൽ ബൈഅത്ത് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർ ജമാഅത്തിൽ പ്രവേശിച്ചത്. പറയുന്നു, അദ്ദേഹം അവരുടെ ഉസ്താദായിരുന്നു. है कि वो उनके उस्ताद അദ്ദേഹം ബഹുമാന്യനും വിവേകിയുമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. समझते थे। അവർ പറഞ്ഞു, മൗലവി സാഹിബ് അഹമ്മദിയായെങ്കിൽ വരൂ, നമുക്കും അഹമ്മദിയാവാം. तो आओ हम भी अहमदी हो जाएं। പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമോ എന്റെ ആഗമന ഉദ്ദേശമോ അവർ മനസ്സിലാക്കിയില്ല. साहब की वजह से ഇത് കൂടാതെ മൂന്നാമത്തെ വിഭാഗം ചില യുവാക്കളുടേതാണ്. बेइज्जत की हिकमत और गायत को उन्होंने, അവരുടെ ഹൃദയങ്ങളിൽ इसके अलावा മുസ്ലിങ്ങളുടെ വേദന ഉണ്ടായിരുന്നുവെങ്കിലും സാമൂഹ്യപരമായോ मुसलमानों का മതപരമായോ ഒരു കൂട്ടായ്മ कौमी तौर അവർ ആഗ്രഹിച്ചിരുന്നില്ല. पर चाहते थे, അതായത് മതപരമായ ഒരു വേദനയും ഉണ്ടായിരുന്നില്ല. पर कोई दर्द नहीं था। എന്നാൽ മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ട് ആഗ്രഹിച്ചിരുന്നു ഒരു കൂട്ടായ്മ വേണമെന്ന്. जत्था हो, एक इकट्ठ हो। അത്തരം ആളുകളും ജമാഅത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. लोग भी शामिल हुए जमात में। പിന്നീട് അവർ മതത്തിലാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ അവർ ഒരുപാട് പേർ അതിൽ നിന്ന് അകന്നു. बहुत सारे फिर अलहदा भी हो गए। मुख्तलिफ രണ്ടാം ഖിലാഫത്ത് കാലത്ത് വിവിധ സന്ദർഭങ്ങളിലായി ഒരുപാട് പേർ അകലുകയുണ്ടായി. ഇക്കാലത്തും आजकल भी മുസ്ലിങ്ങളുള്ള ചില യുവാക്കൾ मुसलमानों में ആവേശം കാരണം തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചെന്നു ചേരുന്നു. गलत तौर पर जाकर സാമൂഹ്യപരമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. वो सिर्फ ये समझते हैं कि कौमी तौर पर हमारा एक एक जत्था होना चाहिए या एक एक സാമുദായികത ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. मुसलमानों की അവരാണെങ്കിൽ മതപരമായി ഒന്നും അറിയാത്തവരാണ്. मजहबी तौर पर कुछ भी नहीं जानते। ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് आती हैं बाज इराक, ഖുറാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അവരോട് വല്ലതും ചോദിച്ചാൽ जब उनसे पूछोगे അവർക്കിതൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. यही कहते हैं कि हमें इसका नहीं, ഞങ്ങളോട് പറയപ്പെട്ടിരിക്കുന്നത് जो कुछ बताया गया है ഞങ്ങളൊരു വ്യക്തിത്വം ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കണമെന്നാണ്. उसको हमने कायम करना है इस्लाम के नाम पे। ഇത്തരത്തിലുള്ള ആളുകളുമുണ്ട്. ഏതായാലും होते हैं വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, हज़रत मसीह अलैहि सलाम फरमाते हैं സാമുദായികപരമായി നാം ഒരുമിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. कि हम इकट्ठे हों, इनमें कुछ तंजीम हो, നമ്മിലൊരു സംഘടന അത്തരത്തിൽ ഉണ്ടായിരിക്കണം, बने कायम അഞ്ചുമൻ ഉണ്ടായിരിക്കണം, और मदरसे जारी हों। സ്കൂളുകൾ ഉണ്ടായിരിക്കണം. അതായത് സാമുദായികപരമായി അവരിതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. आम എന്നാൽ പൊതു മുസ്ലിങ്ങൾക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കുക എന്നത് അവർക്ക് അസാധ്യമായതിനാൽ ഞങ്ങളിൽ ഒരു സംഘടന കണ്ടപ്പോൾ അവർ അതിലേക്ക് വന്നു. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും ജനങ്ങൾ ഡിഗ്രികൾ കരസ്ഥമാക്കണമെന്നുമാണ്. ഇക്കാരണത്താലാണ് അവർ നമ്മുടെ പ്രസ്ഥാനത്തെ വെറും ഒരു അഞ്ചുമൻ മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നത്. മതമാണെന്ന് മനസ്സിലാക്കുന്നില്ല. ദുനിയാവിന്റെ പുരോഗതിയും ദീനിന്റെ പുരോഗതിയും വ്യത്യസ്തങ്ങളാണ്. दीन में जो तरक्कियात के जराए समझे जाते हैं അഞ്ചുമനുകൾ വേറെ രീതിയിലാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്, और तरह ദീൻ വേറൊരു രീതിയിലും. और ദീൻ അഭിവൃദ്ധിപ്പെടുന്നതിന് दीन की तरक्की ധാർമ്മിക ഗുണങ്ങൾ നന്നാവേണ്ടത് അനിവാര്യമാണ്. अखलाक की അതായത് ഉന്നത ധാർമ്മിക ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. जरूरी चीज है। अखलाक दुरुस्त, ത്യാഗവും വിനയവും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. कुर्बानी और इसार का मादा पैदा किया गया हो, ആത്മീയത അഭിവൃദ്ധിപ്പെടുന്നതിന് നമസ്കരിക്കേണ്ടതാണ്. तरक्की हो, നോമ്പെടുക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ताला पर तवक्कुल पैदा किया जाए, അനുസരണത്തിന്റെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. इताअत और फरमाबरदारी का
का अहद किया जाए। ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നാം ഭ്രാന്തന്മാരായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ पाएंगे നമ്മേക്കാൾ വിവേകി മറ്റാരും ഉണ്ടാവുകയില്ല. हमसे ज्यादा अक्लमंद और വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ സാമ്പത്തിക ത്യാഗം ചെയ്യുമ്പോൾ जब माली कुर्बानियां കപടവിശ്വാസികൾ പറയാറുണ്ടായിരുന്നു ഈ മുസ്ലിങ്ങൾ വിഡ്ഢികളാണെന്ന്, कि ये मुसलमान तो അവർ സമ്പത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. रुपया बर्बाद करते चले जा रहे हैं। തങ്ങളുടെ പണത്തെ വല്ല നല്ല കാര്യത്തിലും ചെലവഴിക്കണമെന്ന വിചാരം തന്നെയില്ല. किसी ഇതുപോലെ അവർ സമയത്തിന് ത്യാഗം ചെയ്യുമ്പോൾ औकात की कुर्बानी ഇവർ ഭ്രാന്തന്മാർ तो फिर वो कहते തങ്ങളുടെ സമയം നശിപ്പിക്കുകയാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. कर रहे हैं ഇവരെന്ത് പുരോഗതി പ്രാപിക്കാനാണ്? तरक्की खाक कर ചുരുക്കത്തിൽ അവർ മുസ്ലിങ്ങളെ ഒന്നുകിൽ വിഡ്ഢികളെന്നോ അല്ലെങ്കിൽ ഭ്രാന്തന്മാരെന്നോ വിളിച്ചിരുന്നു. नाम मजनू ഈ രണ്ട് പേരുകളാണ് അവർ മുസ്ലിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നോക്കൂ, അതേ വിഡ്ഢികളും ഭ്രാന്തന്മാരും തന്നെയാണ് പിന്നീട് ലോകത്തിന്റെ ഗുരുക്കന്മാരായി തീർന്നത്. मंदों के ആയതിനാൽ നമ്മുടെ ജമാഅത്ത് കപടവിശ്വാസികൾ പറഞ്ഞിരുന്നതുപോലെ आम काना വിഡ്ഢിത്തപരമായ മനോഭാവം വെച്ചു പുലർത്തുന്നതുവരെ, जिसको काफी നമ്മുടെ ജമാഅത്ത് काना करार दे നിഷേധുകളും കപടവിശ്വാസികളും പറഞ്ഞിരുന്നത് പോലെ ഭ്രാന്തമായ മനോഭാവം വെച്ചു പുലർത്തുന്നതുവരെ ये अख्तियार नहीं करेगी जिसको അതിനൊരിക്കലും വിജയം ലഭിക്കുന്നതല്ല. रवैया करार देते थे, उस वक्त तक उसे कभी कामयाबी हासिल ആവശ്യാനുസരണം കളവ് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആവശ്യാനുസരണം വഞ്ചനയും ചതിയും भी बोलिए। നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ तुम जरूरत के मौके पर धोखा ആവശ്യാനുസരണം നിങ്ങൾ വക്രത കാണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ तुम जरूरत के मौके पर चालबाजी से ആവശ്യാനുസരണം പരദൂഷണവും മേഷണയും മൂലം പ്രയോജനം കൊള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ गीबत और चुगली से भी कभी कभी फायदा ले लिया എന്നിട്ട് നിങ്ങൾ വിജയം ലഭിക്കണമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, हो जाए ഏതൊരു വിജയത്തിന്റെ വാഗ്ദാനമാണോ അള്ളാഹു വാഗ്ദത്ത മസീഹിനോട് ചെയ്തിരിക്കുന്നത് जिसका അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. मसीह सलाम से फरमाया। ലോകത്തെ അഞ്ചുമനകൾ ഇതൊക്കെ തീർച്ചയായും പ്രയോജനപ്പെട്ടേക്കാം. जीवनों में बेशक വഞ്ചന, പരദൂഷണം, ഏഷണി, प्रेम भी മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കൽ ഇവയൊക്കെ ചെയ്താൽ, दूसरे की टांगें खींचना എന്നാൽ ദീനിൽ ഇക്കാര്യം കൊണ്ട് ഒരു ബർക്കത്തും ഉണ്ടാകില്ല. इनकी वजह മറിച്ച് അള്ളാഹുവിന്റെ ശാപമാണ് ഇറങ്ങുക. ആയതിനാൽ എല്ലാ ഉന്നത ധാർമ്മിക ഗുണങ്ങളും ആത്മീയ ഉന്നതിയുമൊക്കെ ദീനി ജമാഅത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ये चीजें ഓരോ അഹമ്മദിയും തങ്ങളുടെ വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും നിലവാരം ഉയർത്തേണ്ടതാണ്. को रूहानियत के मयारों को बहुत बुलंद करने की जरूरत है। വേറൊരു സംഭവം താലിമുൽ ഇസ്ലാം ഹൈസ്കൂളിന്റെ ആവശ്യകതയെ हाई स्कूल के क्या പറ്റി അതിന്റെ പശ്ചാത്തലത്തിൽ വിവരിക്കുന്നു. और जरूरत बयान करते हुए फरमाया അന്നത്തെ അവസ്ഥ ഇതായിരുന്നു. कि एक वो जमाना താലിമുൽ ഇസ്ലാം കോളേജ് ആരംഭിച്ചപ്പോൾ तालीम इस्लाम कॉलेज का അന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് എത്ര ലക്ഷം രൂപ നമുക്ക് ഉടനെ വേണം, കോളേജ് നടത്തിപ്പിന് എത്ര ലക്ഷം വാർഷിക വരുമാനം വേണം എന്നൊക്കെയായിരുന്നു. सालाना आमद चाहिए। വലിയ വലിയ പ്ലാനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് बड़े बड़े ഹുദൂർ പറയുന്നു, उस वक्त आप ആ കാലം നമുക്ക് വലിയ ക്ലാസുകൾ സ്ഥാപിക്കുക പോലും ബുദ്ധിമുട്ടായിരുന്നു. ये हाई क्लासेस को जारी करना भी मुश्किल ഇവിടെ ആര്യ സമാജികളുടെ മിഡിൽ സ്കൂൾ ഉണ്ടായിരുന്നു കാദിയാനിൽ. स्कूल हुआ करता था। തുടക്കത്തിൽ അതിൽ നമ്മുടെ കുട്ടികളും പോയി തുടങ്ങിയിരുന്നു. उसमें हमारे लड़के जाने शुरू हुए। ആര്യ സമാജ് മാഷുമാർ അവർക്ക് ലെക്ചർ നൽകാൻ തുടങ്ങി. उनके सामने लेक्चर देने शुरू किए। നിങ്ങൾ മാംസം ഭക്ഷിക്കരുത് എന്ന്. वो गोश्त नहीं മാംസം ഭക്ഷിക്കുന്നത് അക്രമമാണ്. गोश्त नहीं खाते। गोश्त खाने ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് അവർ സംസാരിക്കാറുണ്ടായിരുന്നു. पर आजाद करते കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ थे। ഈ ആക്ഷേപങ്ങൾ लड़के स्कूल से പറയാറുണ്ടായിരുന്നു. और ये एतराजात बतलाते പറയുന്നു, ഇവിടെ കാദിയാനിൽ ഒരു പ്രൈമറി സ്കൂൾ ഉണ്ടായിരുന്നു. था कादियान അതിലും उसमें भी അധികവും मुदर्रिस ആര്യ സമാജികളായിരുന്നു മാഷുമാരായി ഉണ്ടായിരുന്നത്, പഠിപ്പിച്ചിരുന്നത്. और यही बात ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ആ ദിവസം ഞാൻ സർക്കാർ പ്രൈമറി സ്കൂളിൽ പഠിക്കാൻ ചെന്നപ്പോൾ, അതായത് മുസ്ലിമോദാണ് വിവരിക്കുന്നത്, कि जब मैं इस सरकारी ഉച്ചയ്ക്ക് എന്റെ ഭക്ഷണം വന്നപ്പോൾ और दोपहर को मेरा ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തുപോയി तो मैं स्कूल ഒരു മരത്തിനടുത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. दरख्त के नीचे जो पास ही था खाना എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, मुझे खूब ആ ദിവസം കരളായിരുന്നു തിന്നാനുണ്ടായിരുന്നത്. पकी हुई थी। അതായിരുന്നു എനിക്ക് അയച്ചിരുന്നത് ഭക്ഷിക്കാൻ വേണ്ടി. ആ സമയത്ത് മിയാൻ ഉമറുദ്ദീൻ സാഹിബ് മർഹൂം, അദ്ദേഹം മിയാ അബ്ദുള്ള സാഹിബിന്റെ പിതാവായിരുന്നു. അദ്ദേഹവും ഈ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. भी उसी स्कूल എന്നാൽ അദ്ദേഹം വലിയ ക്ലാസ്സിലായിരുന്നു, ഞാനാണെങ്കിൽ ചെറിയ ക്ലാസ്സിലും. और मैं पहली ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അദ്ദേഹം വന്നെത്തി. बैठा എന്നോട് ചോദിച്ചു, മാസാണോ തിന്നുന്നത്? हैं मांस खाते हो मांस അദ്ദേഹമാണെങ്കിൽ മുസ്ലിം ആയിരുന്നു. ചോദിക്കാൻ കാരണം के आर्या मास्टर
मास्टर सिखलाते थे ആര്യസമാജികളായ മാഷുമാർ പഠിപ്പിച്ചിരുന്നത് മാംസഭോജനം അക്രമമാണെന്നാണ്. लफ्ज मैंने വളരെ മോശം കാര്യമാണ്. മാസ എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മാസ കൊണ്ട് ഉദ്ദേശിച്ചത് ഇറച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു മാസ അല്ല, കരളാണ്. അദ്ദേഹം പറഞ്ഞു മാസ എന്ന് പറയുന്നത് ഇറച്ചിക്ക് തന്നെയാണ്. मांस गोश्त को ही कहते हैं। അങ്ങനെ മാസ എന്ന പദം ആദ്യമായി അദ്ദേഹത്തിൽ നിന്നാണ് കേൾക്കുന്നത്. पहली दफा उनकी जुबान മാംസഭോജനം മോശമാണെന്ന രീതിയിലാണ് എന്നോട് പറയപ്പെട്ടത്. खोरी बुरी बात है ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പറയാറുണ്ടായിരുന്നു. और उससे बचने ചുരുക്കത്തിൽ ആര്യസമാജികളായ മാഷുമാർ किस्म के अदर ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നു. लड़के घरों में आकर बताते कि वो ये കുട്ടികൾ വീട്ടിൽ വന്ന് പറയാറുമുണ്ടായിരുന്നു ഇന്ന ആക്ഷേപങ്ങൾ ഉണ്ടായി എന്ന്. അവസാനം ഈ പ്രശ്നം മസീമദ് ഇസ്ലാത്തു വസ്സലാമിന്റെ അടുക്കലെത്തി. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് കുർബാന ചെയ്തിട്ടായാലും ജമാഅത്ത് എങ്ങനെയെങ്കിലും ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈമറി സ്കൂൾ തുടങ്ങി. നമ്മുടെ ജമാഅത്ത് समझा गया। വലിയൊരു ലക്ഷ്യം നേടിയതായി ജമാഅത്തിന് അനുഭവപ്പെട്ടു. उस अरसे में हमारे बहनोई नवाब मोहम्मद अली खान साहब मरहूम मकफूर हिजरत करके कादियान आ गए। उन्हें स्कूलों का बड़ा शौक था, चुनाचे उन्होंने ആയിടക്ക് നമ്മുടെ സഹോദരി ഭർത്താവ് उन्होंने कहा മുഹമ്മദ് അലി ഖാൻ സാഹിബ് चाहता हूं कि स्कूल को मिडिल कर दिया जाए, यानी कादियान वाले को मैं वहां മർഹൂം വ മഖ്ഫൂർ ഹിജറത്ത് ചെയ്ത് കാദിയാനിലെത്തി. यहाँ दे दिया करूंगा। അദ്ദേഹത്തിന് സ്കൂളുകളോട് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ മലയർക്കോട്ടിൽ തന്നെ ഒരു മിഡിൽ സ്കൂൾ സ്ഥാപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു സ്കൂൾ മിഡിൽ വരെ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം, അതായത് കാദിയാനിലെ സ്കൂളിന്. അദ്ദേഹം അവിടെ സ്കൂൾ നിർത്തുകയും അവിടുത്തെ സഹായം ഇവിടെ നൽകുന്നതുമാണ്. അങ്ങനെ കാദിയാനിൽ മിഡിൽ സ്കൂൾ എത്തി. नाम का था क्योंकि अक्सर पढ़ाने वाले एंट्रेंस पास थे और बात शायद एंट्रेंस फेल भी, लेकिन बहरहाल हाई स्कूल का नाम പിന്നീട് ഇവിടെ മുഹമ്മദ് ഖാൻ സാഹിബ് ഖലീഫത്തുൽ മസീ അവൽ എന്നിവരുടെ താല്പര്യപ്രകാരം തീരുമാനിക്കുകയുണ്ടായി ये वक्त भी आ गया ഇവിടെ ഹൈസ്കൂൾ തുടങ്ങണമെന്ന്. इस बात पर खास जोर देना शुरू किया कि स्कूल और बोर्डिंग बनाए जाएं। അങ്ങനെ प्लीज ये कि അവിടെയും ഹൈസ്കൂൾ തുടങ്ങി. को എന്നാൽ साथ दी जाएगी। ഈ സ്കൂൾ हजरत खलीफा വെറും പേരിന് മാത്രമായിരുന്നു. खिलाफत में കാരണം പഠിപ്പിക്കുന്നവർ അധികവും എൻട്രൻസ് പാസും ചിലർ എൻട്രൻസ് ഫെയിലുമായിരുന്നു. आहिस्ता ഏതായാലും ഹൈസ്കൂളിന് അംഗീകാരം ലഭിച്ചു. കൂടുതൽ ചെലവ് ചെയ്യാൻ ജമാഅത്തിനാവുമായിരുന്നില്ല. 150 थे, फिर 300-400 हुए, फिर 700-800 हो गए। അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ആകുമായിരുന്നില്ല. അങ്ങനെ ഗവൺമെന്റ് ഇക്കാര്യം പ്രത്യേകം ഊന്നൽ നൽകുകയും की करके स्कूल के लड़कों സ്കൂളിൽ ബോർഡിംഗും ഉണ്ടാക്കണമെന്ന് സർക്കാർ പറയുകയും ചെയ്തു. की 1000 से ऊपर लड़कियां हो गई हैं। गोया അതായത് സ്കൂളും ബോർഡിംഗും ഉണ്ടാക്കുന്നവർക്ക് तकरीबन 3 ധനസഹായം ലഭിക്കുന്നതാണ്. फिर मदरसा अहमदिया भी कायम हुआ। അതിൽ ഖലീഫത്തുൽ മസീ അവലിന്റെ കാലത്ത് ഈ സ്കൂൾ തുടങ്ങി. പിന്നെ സാവധാനം പ്രവർത്തനങ്ങൾ മാറ്റം വന്നു. വിദ്യാർത്ഥികൾ വർദ്ധിക്കാൻ തുടങ്ങി. ആദ്യം 150 हर साल आने शुरू हो। പിന്നീട് 400 പിന്നെ 700 800 ഇക്കാലം വരെ ഇതേ എണ്ണം തുടർന്നു. कॉलेज के तलबा 3-4 വർഷം കൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം 1500 ആയിരിക്കുകയാണ്. और इस तरह हमें 100 मुबल्लिग हर साल मिल जाएगा। ഞാൻ കേട്ടത് इतने मुबल्लिगीन हर साल हासिल ना करें ഇപ്പോൾ 1000 പെൺകുട്ടികൾ ഉണ്ടെന്നാണ്. पर काम नहीं। ഏതായാലും ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഏതാണ്ട് 3000 പേരുണ്ട്. പിന്നീട് മദ്രസ അഹമ്മദിയായും സ്ഥാപിക്കപ്പെട്ടു. കോളേജും വന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മദ്രസ അഹമ്മദിയായാലും हो गया था कि हमारी आइंदा എന്റെ പരിശ്രമ ഫലമായി വിദ്യാർത്ഥികൾ കൂടി വരികയാണ്. 25-30 വിദ്യാർത്ഥികൾ എല്ലാ വർഷവും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് തുടർന്നു പോവുകയാണെങ്കിൽ മദ്രസ അഹമ്മദിയായും കോളേജിലും വിദ്യാർത്ഥികളുടെ എണ്ണം 600-700 അല്ലെങ്കിൽ അതിൽ കൂടാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ വർഷവും 100 മുബല്ലിഗുമാരെ ലഭിക്കുന്നതാണ്. ഏതുവരെ ഇത്രയും മുബല്ലിങ്ങളെ എല്ലാ വർഷവും നമുക്ക് ലഭിക്കുന്നില്ലയോ നമുക്ക് ലോകത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനാവുന്നതല്ല. आमदनियों वाले लोग ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുറഞ്ഞപക്ഷം ആയിരക്കണക്കിന് നടക്കുന്നു. 1947 अब्दुर्रहमान हाजी अल्लाह रखा, കോളേജിന്റെ തറക്കല്ലിട്ടിരുന്നു. लेकिन उनकी तजारत टूट गई। കാരണം വരും തലമുറയുടെ ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കയ്യിലൂടെ ഉണ്ടാവേണ്ട സമയമായിരുന്നു. നമ്മുടെ ജമാഅത്തിൽ വളരെ താഴ്ന്ന തട്ടിലുള്ളവരും ചെറിയ ശമ്പളക്കാരും പ്രവേശിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. यहाँ तक ചരിത്രം ഇതാണ് വ്യക്തമാക്കുന്നത്. एक दफा मुझे फरमाने लगे നിസ്സംശയം കോളേജിൽ ഉള്ളവരും ജമാഅത്തിൽ പ്രവേശിച്ചിരുന്നു. कि अंबिया पर इब्तिदा में പക്ഷെ അത് ആകസ്മികമായ സംഭവങ്ങളായാണ് കരുതപ്പെട്ടിരുന്നത്. ഉയർന്ന പദവികളിലും ഉയർന്ന വരുമാനമുള്ളവരും നമ്മുടെ ജമാഅത്തിൽ ഉണ്ടായിരുന്നില്ല. बड़ा आदमी शामिल नहीं, വളരെ ചുരുങ്ങിയ ചിലരൊഴികെ. कोई EAC ഒരു കച്ചവടക്കാരൻ സേഠ് അബ്ദുറഹ്മാൻ ഹാജി അല്ലറഖ സാഹിബ് മദ്രാസി गोया ആയിരുന്നു. लिहाज से എന്നാൽ EAC അദ്ദേഹത്തിന്റെ കച്ചവടം തകർന്നുപോയി. അവർക്ക് ശേഷം ഷെയ്ഖ് റഹ്മത്തുള്ള സാഹിബ് ആയിരുന്നു. बहुत बड़ा അദ്ദേഹം കഴിഞ്ഞാൽ വേറൊരു കച്ചവടക്കാരനും നമ്മുടെ ജമാഅത്തിൽ ഇല്ലായിരുന്നു. EAC यहाँ गलियों में
അതുപോലെ വലിയൊരു ഉദ്യോഗസ്ഥനും നമ്മുടെ ജമാഅത്തിൽ അംഗമായിരുന്നില്ല. എത്രത്തോളം എന്നാൽ ഖലീഫത്തുൽ മസീഹ് അവ്വൽ എന്നോട് പറഞ്ഞു, മിയാ, ഖുർആൻ കരീമിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത് പ്രവാചകന്മാരിൽ തുടക്കത്തിൽ വലിയ ആൾക്കാർ ഈമാൻ പ്രാപിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിൽ വലിയ ആൾക്കാരൊന്നുമില്ല എന്നത് വാഗ്ദത്ത മസീഹിന്റെ സത്യതയുടെ അടയാളമാണ്. ഒരു EAC പോലും ജമാഅത്തിൽ പ്രവേശിച്ചിരുന്നില്ല. അക്കാലത്ത് ഗവൺമെന്റ് സർവീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ പോലുള്ള ഒരു പദവി ആണ് എന്ന് തോന്നുന്നു EAC. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നു, നോക്കൂ, ഇവിടെ EAC തെരുവുകളിൽ കറങ്ങുന്നു, അയാൾ ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല. എന്നാൽ ഒരു കാലത്ത് ഉയർന്ന പദവിയിലുള്ളവർക്ക് ജമാഅത്തിൽ എത്രമാത്രം ക്ഷാമമുണ്ടായിരുന്നുവെന്നാൽ ഖലീഫത്തുൽ മസീഹ് അവ്വൽ നമ്മുടെ ജമാഅത്തിൽ ഉയർന്ന പദവിയിലുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല, ഒരു EAC പോലുമില്ല. അതായത് അന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ജമാഅത്തിന് EACയെ താങ്ങാൻ ആകുമായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്ത് 10,000-കണക്കിന് സ്കൂളുകളും കോളേജുകളും ജമാഅത്തിന്റേതായിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ പ്രശസ്തരായവരും ഉയർന്ന ഉദ്യോഗസ്ഥരും ജമാഅത്തിൽ അംഗങ്ങളാണ്. രാജ്യങ്ങളിലെ പാർലമെന്റ് മെമ്പർമാരും അഹമ്മദികളാണ്. ഇഖ്ലാസിൽ ഉയർന്നവരാണ്. ഭൗതികത തീരെ തീണ്ടിയിട്ടില്ലവരാണ്. ആഫ്രിക്ക മിനിസ്ട്രികളിലും അഹമ്മദികളുണ്ട്. അള്ളാഹു താല പുരോഗതി നൽകുന്നത് അവന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ആദ്യകാല അഹമ്മദികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അള്ളാഹുവിന്റെ ഫസലുകളും അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒരു കാലമുണ്ടായിരുന്നു അഹമ്മദികളെ 4 വശങ്ങളിൽ നിന്നും കഷ്ടപ്പെടുത്തിയിരുന്നു. വളരെ ആരംഭകാലത്തുള്ള അവസ്ഥയായിരുന്നത്. മൗലവിമാർ അഹമ്മദികളെ വധിക്കൽ, അവരുടെ വീട് കൊള്ളയടിക്കൽ, അവരുടെ സമ്പത്ത് അപഹരിക്കൽ, അവരുടെ ഭാര്യമാരെ തൊലാക്ക് കൂടാതെ മറ്റുള്ളവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കൽ അനുവദനീയമാണെന്ന് മാത്രമല്ല പുണ്യമാണെന്ന് ഫത്വ നൽകി. ഇത് ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ അന്ന് വളരെ ദരിദ്രരായിരുന്നു, വളരെ കാഠിന്യവും ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം പ്രവർത്തികൾ മൗലവിമാർ എന്നും പിന്തുടർന്നിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നു. എന്നാൽ അക്കാലത്ത് പ്രശ്നങ്ങൾ വളരെ അധികമായിരുന്നു. ജമാഅത്ത് വളരെ ചെറുതായിരുന്നു. തമാടികളും കുഴപ്പക്കാരുമായിരുന്നവർ അത്യാർത്ഥി മൂലം കാരണം കിട്ടാൻ കാത്തുനിന്നവരായി കൊണ്ട് ഈ ഫത്വ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയുണ്ടായി. അഹമ്മദികളുടെ ഭാര്യമാരെ നിർബന്ധിച്ച് തലാഖ് ചെയ്യിച്ച് അവർ വിവാഹം ചെയ്തു. അഹമ്മദികൾ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ജോലികളിൽ നിന്ന് അവർ പിരിച്ചുവിടപ്പെട്ടു. അവരുടെ സമ്പത്തുകൾ ബലാത്കാരമായി കൈവശമാക്കപ്പെടുകയുണ്ടായി. ഈ പ്രശ്നങ്ങളാൽ പലരും ഹിജ്റത്ത് ചെയ്യാൻ നിർബന്ധിതരായി. അവർക്ക് ഹിജ്റത്തിനുള്ള ഏക സ്ഥലം ഖാദിയാൻ ആയിരുന്നതിനാൽ അതിഥി സൽക്കാരത്തിന് ചിലവുകൾ വളരെ കൂടുകയുണ്ടായി. ആ സമയത്ത് ജമാഅത്ത് 2000 ആളുകളോളം വളർന്നിരുന്നു. എന്നാൽ അവരിൽ ഓരോരുത്തരും ശത്രുവിന്റെ ആക്രമണത്തിനിരയായിരുന്നു. ഒരു 2000 ആളുകൾ എല്ലായ്പ്പോഴും ജീവൻ, മാനം, സമ്പത്ത്, സ്വത്ത് എന്നിവയുടെ സംരക്ഷണത്തിന്റെ ആകുലതയിൽ ആണ്ടിരിക്കുകയും പകലും രാത്രിയും ജനങ്ങളോട് സംവാദങ്ങളിലും പ്രശ്നങ്ങളിലും മുഴുകിയിരിക്കുകയും ചെയ്തു. അവർക്ക് മുഴുലോകത്തിന്റെയും ഇസ്ലാമിക അഭിവൃദ്ധിക്കായി പണം സ്വരുക്കൂട്ടുകയും ദീൻ പഠിക്കാൻ ഖാദിയാനിൽ വരുന്നവരുടെ ആതിഥ്യത്തിന്റെ ഭാരം സഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ശേഷം ഹിജ്റത്ത് ചെയ്തെത്തിയ സഹോദരങ്ങളുടെ ചെലവ് വായിക്കുകയും ചെയ്യുന്നത് അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. ഈ ചരിത്രവും നാം അറിഞ്ഞിരിക്കണം. ഇത് നിസ്സാര കാര്യമല്ല. 100 കണക്കിന് ആളുകൾ 2 നേരവും ജമാഅത്തിന്റെ സുബറകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അവരുടെ മറ്റാവശ്യങ്ങൾക്കുള്ള മാർഗവും സ്വരുക്കൂട്ടേണ്ടതുണ്ടായിരുന്നു. ഹിജ്റത്ത് ചെയ്തു വരുന്നവരുടെ വർധനവും അതിഥികളുടെ ആധിക്യവും നിമിത്തം തങ്കൽഖാന കൂടാതെ ഓരോ വീടുകളും അതിഥി മന്ദിരമായി മാറിയിരുന്നു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിന്റെ വീടിന്റെ ഓരോ മുറിയും സ്ഥിരമായ മുറിയായിരുന്നു. ഓരോ മുറിയിലും ഓരോ കുടുംബമായിരുന്നു താമസിച്ചിരുന്നത്. അതായത് ഓരോ മുറിയും ഓരോ കുടുംബത്തിന് നൽകുകയും അത് ഓരോ വീടായി മാറുകയും ചെയ്തിരുന്നു. അതായത് അതിഥികളോ എതിർത്ത് ചെയ്ത കുടുംബമോ താമസിച്ചിരുന്നു. അതായത് ഭാരം മനുഷ്യന്റെ കഴിവിന് അതീതമായി വർദ്ധിച്ചിരുന്നു. ഓരോ പ്രഭാതവും പുതിയ പുതിയ പരീക്ഷണങ്ങളും ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവരികയുണ്ടായി.
ഓരോ സായാഹ്നവും അതോടൊപ്പം പുതിയ പരീക്ഷണവും ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവന്നു. എന്നാൽ അള്ളാഹു തന്റെ ദാസന് മതിയായവനാണ് എന്ന കുളിർക്കാറ്റ് എല്ലാ വേവലാതികളും പ്രശ്നങ്ങളും എടുത്തെറിഞ്ഞു കളഞ്ഞു. ജമാഅത്തിന്റെ അടിസ്ഥാനം എടുത്തെറിയുമെന്ന് ഭീഷണി മുഴക്കിയ കാർമേഘം കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം റഹ്മത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മേഘമായി മാറി. അതിന്റെ ഓരോ തുള്ളിയും ഭൂമിയിൽ പതിക്കുമ്പോൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു എന്ന ആത്മവിശ്വാസം നിറഞ്ഞ ശബ്ദമായി മുഴങ്ങി. അതായത് ഞെരുക്കമായിരുന്നു. എന്നാൽ അള്ളാഹു നമുക്ക് മതിയായവനാണ്, അവസ്ഥ ഒന്നാവുമെന്നും ഇൻഷാ അല്ലാഹ് ഉറപ്പുണ്ടായിരുന്നു. എന്നും പാകിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിലും മുസ്ലിങ്ങളിൽ ചില തീവ്രതയുണ്ട്. പാകിസ്ഥാനിൽ കൂടുതലാണ്, ബാക്കി സ്ഥലങ്ങളിൽ ഒരു പരിധിവരെയും. അഹമ്മദികളുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ്. ഈ അവസ്ഥ ഒക്കെയായിട്ടും ദാരിദ്ര്യത്തിന്റെ പഴയ അവസ്ഥയല്ല ഉള്ളത്. സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഏർപ്പാടുകളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മെച്ചപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പ്രകടമാക്കുന്നവയാണ് അവയെല്ലാം. ലോകത്തിന്റെ മുക്കിലും മൂലയിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയത്ത് എത്തിയിരിക്കുന്നു. ഹിജ്റത്ത് ചെയ്തുകൊണ്ട് വെറും ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുമിക്കുന്നത്. ലോകത്ത് അഹമ്മദികൾ വ്യാപിച്ചിരിക്കുകയാണ്. വല്ല ക്ലേശവും ഉണ്ടെങ്കിൽ തന്നെ പുറനാടുകളിൽ പോകുന്നവർക്ക് അള്ളാഹു വിശാലത നൽകുന്നു. ഇനി വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ തന്നെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു എന്ന ശബ്ദം ഇന്നും നമുക്ക് താങ്ങായി വർത്തിക്കുന്നു. ലോകത്തിന്റെ കോണുകളിലെല്ലാം വാഗ്ദത്ത മസീഹിന്റെ ലംഘനമുണ്ട്. അള്ളാഹു നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. ഇൻഷാ അല്ലാഹ് നാം അള്ളാഹുവിന്റെ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കണം എന്ന് മാത്രം. ത്യാഗങ്ങൾ തീർച്ചയായും നൽകേണ്ടി വരുന്നതാണ്. അഹമ്മദി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ത്യാഗം വരക്കുന്നവരുമാണ്. എന്നാൽ ഓരോ ത്യാഗവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഒരു മാർഗം തന്നരുളുന്നു. അള്ളാഹു നൽകുന്നതിൽ ഒരു കുറവും നൽകുന്നതല്ല. പിന്നീട് ദൈവിക സംരക്ഷണത്തിന്റെ മോചിസത്തിനെ പറ്റി ഒരു സംഭവം ഹദ്റത്ത് മുസ്ലിം മൗഊദ് തആലാഹു വിവരിക്കുന്നു. പറയുന്നു, ദൈവിക സംരക്ഷണത്തെ പറ്റി ഒരു ഉദാഹരണം ഞാൻ വാഗ്ദത്ത് മസീഹിന്റെ ജീവിതത്തിൽ നിന്നും അവതരിപ്പിക്കുന്നതാണ്. ഖമർ സിൻ സാഹിബ് ലാഹോറിലെ ലോ കോളേജിൽ പ്രിൻസിപ്പലാണ്. അദ്ദേഹത്തിന്റെ പിതാവുമായി വാഗ്ദത്ത് മസീഹിന് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇതുവരെ എന്നാൽ വാഗ്ദത്ത് മസീഹിന് വല്ല പണത്തിനും അത്യാവശ്യം നേരിടുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ചിലപ്പോൾ കടം വാങ്ങാറുണ്ടായിരുന്നു. ഖമർ സിൻ സാഹിബ് ഹിന്ദുവായിരുന്നു. അദ്ദേഹവുമായും വാഗ്ദത്ത് മസീഹിന് ആത്മാർത്ഥമായ ബന്ധമുണ്ടായിരുന്നു. ജേലമിലെ കേസിൽ അദ്ദേഹം തന്റെ മകന് കമ്പി സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു, വാഗ്ദത്ത് മസീഹിന് വേണ്ടി ഹാജരാവാൻ. ഈ സ്നേഹത്തിന് കാരണം അദ്ദേഹം തന്റെ യൗവന ദശയിൽ സിയാൽകോട്ടിൽ വാഗ്ദത്ത് മസീഹ് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് അടയാളങ്ങൾ കാണാൻ സാധിച്ചിരുന്നു. ഒരു അടയാളം ഇതാണ്. ഒരിക്കൽ അദ്ദേഹം തന്റെ കൂട്ടുകാരോടൊപ്പം ഉറങ്ങുകയായിരുന്നു. വാഗ്ദത്ത് മസീഹും ഉണ്ടായിരുന്നു. വാഗ്ദത്ത് മസീഹ് പെട്ടെന്ന് ഉണർന്നു. കെട്ടിടം അപകടത്തിലാണെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുത്തു. അവിടുന്ന് എല്ലാ സുഹൃത്തുക്കളെയും ഉണർത്തി, കെട്ടിടം അപകടത്തിലാണ്, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂട്ടുകാരെല്ലാം ഉറക്കം കാരണം അതത്ര കാര്യമാക്കിയില്ല. താങ്കൾക്ക് തോന്നിയതാവുമെന്ന് പറഞ്ഞ് അവർ ഉറങ്ങാൻ കിടന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ തോന്നൽ അത് ദൃഢമായിക്കൊണ്ടിരുന്നു. അവസാനം പിന്നെയും അദ്ദേഹം അവരെ ഉണർത്തിക്കൊണ്ട് മേൽക്കൂരയിൽ നിന്ന് പൊളിയുന്ന ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നു. ഈ കെട്ടിടത്തിൽ നിന്ന് പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അത് നിസ്സാരമാണ്, ചിലപ്പോൾ മരത്തിൽ നിന്നും അങ്ങനെ ശബ്ദമുണ്ടാവാറുണ്ട്, വല്ല കീടമോ ആയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ഉറക്കം എന്തിനാണ് കളയുന്നത് എന്ന് അവർ ചോദിച്ചു. വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം വീണ്ടും നിർബന്ധിച്ചു, ഞാൻ പറഞ്ഞത് കേട്ടിട്ടെങ്കിൽ നിങ്ങൾ പുറത്തു വന്നാലോ. അങ്ങനെ അവർ മനസ്സില്ലാ മനസ്സോടെ പുറത്തു വരാൻ തയ്യാറായി. അള്ളാഹു തനിക്ക് വേണ്ടിയാണ് ഇത്രയും നേരം കെട്ടിടം വീഴാതെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാമിന് ഉറപ്പുണ്ടായിരുന്നു. ഇതറിഞ്ഞ അദ്ദേഹം ആദ്യം അവരോട് പുറത്തിറങ്ങാനും ശേഷം താൻ ഇറങ്ങിക്കൊള്ളാം എന്ന് പറയുകയുണ്ടായി. അവർ പുറത്തു കടന്നപ്പോൾ വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം പുറത്തു കടന്ന് ഒരു കാൽ സ്റ്റെപ്പിൽ നിന്ന് ഉയർത്തിയപ്പോൾ കെട്ടിടം പൊളിഞ്ഞു വീണു. നോക്കുക, മേൽക്കൂരയുടെ അവസ്ഥയ്ക്ക് അത്
പൊളിഞ്ഞു വീഴാറായി എന്ന് പറയാൻ അവിടുന്ന് എഞ്ചിനീയർ ഒന്നുമായിരുന്നില്ല. മാത്രമല്ല, ഏതുവരെ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ നിർബന്ധിച്ച് പുറത്തു വരുന്നില്ലയോ അതുവരെ മേൽക്കൂര വീഴാതെ അവിടെ തന്നെ നിന്നു. വാഗ്ദത്ത മസീഹ് പുറത്തു കടക്കുന്നതുവരെയും അത് വീണില്ല. സ്റ്റെപ്പിൽ നിന്ന് വാഗ്ദത്ത മസീഹ് കാലെടുത്തു വെച്ച ഉടനെ തന്നെ കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞു വീണു. ഈ കാര്യം പ്രകടമാക്കുന്നത് ഇതൊരു യാദൃശ്ചിക സംഭവമല്ല എന്നാണ്. വാഗ്ദത്ത മസീഹ് അലൈഹിസ്സലാം ആ സ്ഥലത്തു നിന്ന് പുറത്തു കടക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ സംരക്ഷകനായ അള്ളാഹു കെട്ടിടം പൊളിച്ചു വീഴാൻ അനുവദിച്ചില്ല. സംരക്ഷകൻ എന്ന ദൈവിക ഗുണം പ്രകടമാക്കുന്നത് ഒരു അസ്തിത്വം എല്ലാം സംരക്ഷിച്ചു നിർത്തുന്നവനായി ഒരാളുണ്ട് എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാമിനോട് പെരുമാറിയ ഒരു സംഭവം കൂടി വിവരിക്കുന്നു. വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാം പറയാറുണ്ടായിരുന്നു, ഒരിക്കൽ ഞാൻ അമൃത്സറിൽ നിന്ന് കുതിരവണ്ടിയിൽ കാദിയാനിലേക്ക് പുറപ്പെട്ടു. എന്റെ കൂടെ ഒരു തടിച്ചുരുണ്ട ഒരു ഹിന്ദുവും ഉണ്ടായിരുന്നു. അയാൾ എനിക്ക് മുമ്പേ കുതിരവണ്ടിയിൽ ഇരുന്നു. തന്റെ സുഖത്തിനൊത്ത് അയാൾ കാലുകൾ നീട്ടി വിരിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു. ഏതുവരെ എന്നാൽ ഞാൻ ഇരിക്കേണ്ട അടുത്ത സീറ്റിന് തടസ്സമുണ്ടാവുകയുണ്ടായി. വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാം പറയുന്നു, ഞാൻ കുറച്ചു സ്ഥലത്ത് തന്നെ ഇരുന്നു. ആ ദിവസങ്ങളിൽ വളരെ വെയിലുണ്ടായിരുന്നു. ബോധം കെട്ടുപോകുമാറുള്ള ചൂടായിരുന്നു അന്ന്. എന്നെ വെയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മേഘങ്ങളെ അയച്ചു. അത് കുതിരവണ്ടിയോടൊപ്പം അതിന് തണലേക്കിക്കൊണ്ട് ബട്ടാല വരെ വന്നു. ഈ കാഴ്ച കണ്ട ഹിന്ദു പറഞ്ഞു, താങ്കൾ ദൈവത്തിന്റെ വരിഷ്ഠദാസനാണെന്ന് തോന്നുന്നു. അള്ളാഹു തന്റെ ദാസരോട് അത്ഭുതകരമായ രീതിയിലാണ് പെരുമാറുന്നത്. എന്നാൽ ഉബൂദിയത്ത്, അതായത് ദാസത്വം, അതിന്റെ നിബന്ധനയാണ്. അത്തരത്തിലുള്ള വ്യക്തിയുടെ പര്യവസാനം തീർച്ചയായും നല്ലതാവും. പ്രത്യക്ഷത്തിൽ ആ വ്യക്തി വളരെ നിന്ദ്യനായി കാണപ്പെട്ടേക്കാം. അവസാനം അവന് ആദരവ് ലഭിക്കുന്നതാണ്. പ്രത്യക്ഷ അവൻ അപമാനിക്കപ്പെടുന്നതായി കാണാം, പക്ഷെ അവസാനം അവന് സൽപ്പേര് ലഭിക്കുന്നതാണ്. ആ വ്യക്തിയുടെ തുടക്കം ദാസത്വത്തിലും ഒടുക്കം ദൈവിക സഹായത്തിലുമായിരിക്കും. അതായത് അള്ളാഹുവിന്റെ ദാസനായിക്കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നവന് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണ്. അള്ളാഹു എല്ലാ ശർറിനെതിരിലും സഹായിക്കുന്നതാണ്. ഒരു സാധാരണ പേരും അള്ളാഹു അയച്ച ആളും തമ്മിൽ നല്ല പരിണിത ഫലമുണ്ടാക്കുന്നതിലും നന്മ വ്യാപിപ്പിക്കുന്നതിലും ശിഷ്യരുടെ ശിക്ഷണത്തിലും മനുഷ്യസ്നേഹത്തിലും എന്ത് അന്തരമാണെന്നതിന് ഒരു ഉദാഹരണം നൽകിക്കൊണ്ട് ഹസരത്ത് മുസ്ലിം തആലാഹു മുൽഷി അഹമ്മദ് ജാൻ സാഹിബ് ലുധിയാനയെ സ്മരിച്ചുകൊണ്ട് പറയുന്നു, ഹസരത്ത് മുൻഷി അഹമ്മദ് ജാൻ സാഹിബ് ലുധിയാന വാഗ്ദത്ത മസീഹിന്റെ വാദത്തിന് മുമ്പേ വഫാത്തായി പോയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയ കാഴ്ച എത്രമാത്രം സൂക്ഷ്മമായിരുന്നുവെന്നാൽ അദ്ദേഹം വാദത്തിന് മുമ്പേ തന്നെ ഹസരത്ത് മസീഹ് മൗഊദ് വസ്സലാമിന് എഴുതുകയുണ്ടായി, രോഗികളുടെ ശ്രദ്ധ താങ്കളിൽ തന്നെയാണ്. താങ്കൾ മസീഹായാലും ദൈവത്തിന് വേണ്ടി. മുൻഷി അഹമ്മദ് ജാൻ സാഹിബ് തന്റെ മക്കളെ ഉപദേശിക്കുകയുണ്ടായി, ഞാൻ മരിക്കാറായി, എന്നാൽ ഇക്കാര്യം നല്ലവണ്ണം ഓർക്കുക. മിർസ സാഹിബ് എന്തായാലും ഒരു വാദം പുറപ്പെടുവിക്കും. എന്റെ വസിയത്ത് നിങ്ങളോട് ഇതാണ്, നിങ്ങൾ മിർസ സാഹിബിനെ അംഗീകരിക്കുക. ചുരുക്കത്തിൽ ഇത്രമാത്രം ആത്മീയമായി ഉയർന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം തന്റെ യൗവനത്തിൽ 12 വർഷത്തോളം കാളയെ പൂട്ടുന്ന ചക്കി തന്റെ പീറിനെ സേവിക്കാൻ നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കാളയുടെ സ്ഥാനത്ത് അദ്ദേഹത്തെ ആക്കിയിരുന്നു. അങ്ങനെ 12 വർഷത്തോളം ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ചത്. അതായത് 12 വർഷത്തോളം കാളയെ പോലെ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് പീർ സാഹിബ് ആത്മീയ പാഠങ്ങൾ നൽകിയത്. പറയുന്നു, അതും അക്കാലത്ത് ആത്മീയരെന്ന് അറിയപ്പെട്ടിരുന്നവർ പോലും ജനങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെ പിശുക്കോടെ പെരുമാറിയിരുന്ന കാലമായിരുന്നു. എന്നാൽ ഹസരത്ത് മസീഹ് മൗഊദ് വസ്സലാം എല്ലാ കാര്യങ്ങളും ലോകത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, ലോകത്തിന് മുമ്പ് അറിയാതിരുന്ന
ആയിരക്കണക്കിന് കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുകയുണ്ടായി. जिसके लिए खुदा ने അങ്ങനെ അദ്ദേഹം അറിവിനെ മുഴുവൻ ലോകത്തും പ്രചരിപ്പിച്ചു. कि खुदा में और उसकी എന്നാൽ ഹദീസുകളിൽ പ്രവചിക്കപ്പെട്ടതിന് വണ്ണം ലോകം അത് ചെവികൊണ്ടില്ല. उसको दूर करके അതായത് സാധാരണ ആത്മീയർക്ക് അള്ളാഹു ഇക്കാര്യത്തിനായി പ്രത്യേകം നിയോഗിച്ചയച്ച ആളോട് മത്സരിക്കാൻ കഴിയില്ല. सच्चाइयां जो दुनिया की आंख से मख्फी हो गई हैं उनको जाहिर कर അതായത് ലോകത്തെ പരിഷ്കരിക്കുക, അവരുടെ ആത്മീയത जो വർദ്ധിപ്പിക്കുക, नफ्सियों के नीचे दब गई है അവരെ ദൈവ സമക്ഷത്തിൽ കൊണ്ടുവരിക എന്നിവ. മസീഹ് സ്വലാത്തു വസ്സലാം कि वो खालिस അള്ളാഹുവിനെ നിയോഗിച്ചയച്ചിരിക്കുന്ന പ്രവൃത്തി हर एक शे അള്ളാഹുവും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ जो अब नाबूद ഏതൊരു അകൽച്ച സംഭവിച്ചിരിക്കുന്നുവോ അത് നീക്കം ചെയ്ത് സ്നേഹത്തിന്റെയും സൗശീലത്തിന്റെയും ബന്ധം രണ്ടാമതും കൊണ്ടുവരിക എന്നതാണെന്ന് അരുളിയതുപോലെയാണത്. अदा करते हुए അദ്ദേഹം വീണ്ടും പറയുന്നു, अल्लाह से ताल्लुक ലോകത്തിന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയ ദീനീ സത്യങ്ങൾ പ്രത്യക്ഷമാക്കുക, जानकर उन पर अमल करने वाले हों, സ്വേച്ഛയുടെ ഇരുട്ടിൽ അമർന്നുപോയ ആത്മീയതയുടെ ഉദാഹരണങ്ങൾ കാണിക്കുക. तौहीद की हकीकी चमक അരുളി ഏറ്റവും അധികമായി ഇന്ന് അപ്രത്യക്ഷമായി പോയ എല്ലാവിധ ശിർക്കിൽ നിന്നും സംശുദ്ധമായ തിളങ്ങുന്ന തൗഹീദിനെ രണ്ടാമതും സമുദായത്തിൽ നടുക. അല്ലാഹു തആല ബയ്യത്തിന്റെ കടമ പൂർത്തിയാക്കിക്കൊണ്ട് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നവരും ദീനീ സത്യങ്ങൾ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുന്നവരും ആത്മീയതയിൽ മുന്നേറുന്നവരുമാകാനും തൗഹീദിന്റെ യഥാർത്ഥ തിളക്കത്തിൽ ഭാഗവക്കാകുന്നവരും ആകാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു ഈ ലോകത്തിനും അത് തിരിച്ചറിയാനുള്ള തൗഫീക്ക് നൽകണമേ. പ്രത്യേകിച്ചും മുസ്ലിം ഉമ്മത്തിനും ഈ തൗഫീക്ക് നൽകട്ടെ. മസീഹ് മുസ്ലിം വസ്സലാമിന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ വരാനുള്ള തൗഫീക്ക് അല്ലാഹു മുസ്ലിം ഉമ്മത്ത് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം 2 ജനാസ കായ്പ് ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തത് മുക്കറം നോമാൻ അഹമ്മദ് അഞ്ജുൻ സാഹിബ്. അദ്ദേഹം ചോദ്യം ഇബ്നു മഖ്സൂദ് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. മലയർ ഫേമസ് സൊസൈറ്റിയുടെ കാരനാണ്. മുക്കറം നോമാൻ അഹമ്മദ് സാഹിബ് അഞ്ജും. അദ്ദേഹത്തിന് കറാച്ചിയിൽ എതിരാളികൾ മാർച്ച് 21 വൈകുന്നേരം 7:45 അദ്ദേഹത്തിന്റെ കടയിൽ എതിരാളികൾ എത്തി ഫയർ ചെയ്തു. അദ്ദേഹത്തെ ഷഹീദാക്കുകയുണ്ടായി. ഇന്നാലില്ലാഹി റാജിഊൻ. ആ ദിവസം വൈകുന്നേരം 7:45 ഷഹീദ് മർഹൂം അദ്ദേഹത്തിന്റെ പീഡിയ സ്റ്റോറിലായിരുന്നു. ആയുധധാരികളായ 2 ആൾക്കാർ വന്ന് ആ സ്റ്റോറിൽ വന്ന് ഫയറിംഗ് ചെയ്യുകയുണ്ടായി. ഒരു വെടി അദ്ദേഹത്തിന് നെഞ്ചിൽ കൊണ്ടു. അത് നെഞ്ചു തുളച്ച് കേൾക്കുകയുണ്ടായി. അടുത്തുള്ള പീഡിയക്കാരൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഉസ്മാൻ അഹമ്മദ് സാഹിബിന് ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. പിന്നെ റെസ്ക്യൂക്കാരെ അറിയിച്ചു. അവര് പെട്ടെന്ന് തന്നെ പീടികയിൽ വരികയും നുമാൻ സാഹിബിനെ വളരെ മുറിവേറ്റ അവസ്ഥയിൽ കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അദ്ദേഹം അതിൽ തന്നെ ഷഹീദാവുകയും ചെയ്തു. ഇന്നാലില്ലാഹി റാജിഊൻ. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാമഹൻ ചൗധരി മഞ്ജൂർ അഹമ്മദ് സാഹിബിലൂടെയാണ്. അദ്ദേഹം രണ്ടാം ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് ബയ്യത്ത് ചെയ്തത്. ചൗധരി മഞ്ജൂർ അഹമ്മദ് സാഹിബിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ വഫാത്താവുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വഫാത്തിന് ശേഷം ചൗധരി സാഹിബ് കാദിയാനിൽ പോവുകയും അവിടെ അദ്ദേഹത്തിന് ഖലീഫത്ത് മസീഹ് സ്ഥാനിൽ ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യകാല വിദ്യാഭ്യാസം കാദിയാനിൽ തന്നെ അദ്ദേഹം നേടുകയും അവിടെ തന്നെ മുഹത്തറമ സഫിയ സാഹിബയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നെ പാകിസ്ഥാൻ രൂപീകരിച്ചതിനു ശേഷം അദ്ദേഹം റബ്വ സാഹിബാലിലെത്തി. ഷഹീദ് മർഹൂമിന്റെ പിതാവ് മുക്കറം മഖ്സൂദ് അഹമ്മദ് സാഹിബ് അദ്ദേഹം റബ്വാൽ തന്നെയാണ് ജനിച്ചത്. ഷഹീദ് മർഹൂമിന്റെ പിതാമഹൻ ഗുജറൻവാലയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 1968 മുതൽ ഗുജറൻവാലയിൽ അവിടെ താമസം തുടങ്ങിയിരുന്നു. 1974 ഗുജറൻവാലയിൽ പ്രശ്നമുണ്ടായപ്പോൾ അഹമ്മദിയ ബൈസുൽദിക്കറിന്റെ ഹിഫായത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഷഹീദ് മർഹൂമിന്റെ പിതാമഹൻ ചൗധരി മൻസൂർ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ ഇളയച്ചൻ മുക്കറം സയ്യിദ് അഹമ്മദ് സാഹിബ് ഷഹീദാക്കപ്പെടുകയുണ്ടായി. അതിനു മുമ്പ്
ഇദ്ദേഹത്തിന് മുമ്പ് ഈ 3 ശുഹദാക്കളാണ് ഈ കുടുംബത്തിലുണ്ടായിരുന്നത്. ഈ അവസ്ഥ കാരണം 1974 ഇവർ കറാച്ചിയിലേക്ക് ഷിഫ്റ്റായി. നോമാൻ അഹമ്മദ് അഞ്ജു സാഹിബ് 1985 ജനുവരി 26 കറാച്ചിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം MD ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം 2008 അദ്ദേഹം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അതിന്റെ ബിസിനസ് തുടങ്ങി. മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. വളരെയധികം വിശ്വാസമുള്ള വ്യക്തിയും നല്ല സൽപ്രകൃതക്കാരനും വളരെ ബഹുമാന്യനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തിയുമായിരുന്നു. വളരെ ആത്മാർത്ഥതയുള്ള ജമാഅത്തിന് വേണ്ടി സർവ്വം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ കടയിലെ ജോലിക്കാരെയും സഹോദരന്മാരെയാണ് അദ്ദേഹം കരുതിയിരുന്നത്. നഗരപാർക്ക് മിട്ടിയിൽ ജമാഅത്തിന്റെ കീഴിലുള്ള കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ മിഷൻ ഹൌസിനും കുറച്ച് കമ്പ്യൂട്ടറും അദ്ദേഹം വളരെ ഗിഫ്റ്റായി നൽകുകയുണ്ടായി. അദ്ദേഹം സിസ്റ്റം സ്വയം തന്നെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വരികയുണ്ടായി. ആ ഷഹീദ് മർഹൂമിന്റെ ആഗ്രഹമായിരുന്നു മൻസൂർ അഹമ്മദ് ഷെയ്ഖിന്റെ പേരിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം മട്ടിയിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില സാധനം നൽകുകയുണ്ടായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമായിരുന്നു. അനഹമ്മദികളായ ആൾക്കാരും പറയാറുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു മലക്കാണെന്ന്. ആ സമയത്ത് റഫാം സൊസൈറ്റിയിൽ ഒരു കായിക നിലയിൽ അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്ന വ്യക്തിയായിരുന്നു. ജമാഅത്തി കാര്യങ്ങൾ വളരെയധികം മുൻപന്തിയിൽ പ്രവർത്തനത്തിൽ സേവനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. എതിരാളികളിൽ നിന്ന് ഒരുപാട് ഭീഷണികൾ അദ്ദേഹത്തിന് ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ തന്റെ ചെറിയ സഹോദരന്മാർ അദ്ദേഹം എപ്പോഴും സൂക്ഷിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. 6 മാസം മുമ്പ് ഷഹീദ് മർഹൂം തന്റെ ബിസിനസ് സാധനങ്ങളുമായി വരികയായിരുന്നു. ആ സമയത്ത് ചില അജ്ഞരായ വ്യക്തികൾ അദ്ദേഹത്തെ തടയുകയും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ പിടിച്ചു പറിക്കുകയും അദ്ദേഹത്തിന്റെ പൈസ കൊള്ളയടിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അവരെ പറയുകയും ചെയ്തു, ഞങ്ങളെ കൊല്ലാനാണെന്ന് വന്നത്, എന്റെ കയ്യിൽ കാശുള്ളതിനാൽ ഞങ്ങൾ വെറുതെ വിടുകയാണെന്ന്. ഷഹീദ് മർഹൂം അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ പിതാവ് ചൗധരി മഖ്സൂദ് അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന്റെ മാതാവ് സഫിയ സാഹിബ, 2 സഹോദരന്മാർ ജിഷാൻ അഹമ്മദ്, ഉസ്മാൻ മഹമ്മൂദ് എന്നിവരാണുള്ളത്. അള്ളാഹു ഈ ഷഹീദിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും സംതൃപ്ത കുടുംബങ്ങൾക്കും സബർ നൽകുമാറാകട്ടെ. മൗലിം സിൽസില പറയുന്നു, വളരെയധികം മൃദുല ഭാഷയായിരുന്നു അദ്ദേഹം. എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ജമാഅത്തിനായി സേവനം ചെയ്യാനുള്ള വികാരം അദ്ദേഹത്തിനുള്ളിൽ തുടിച്ചു നിന്നിരുന്നു. വളരെ പരിശ്രമിച്ചാണ് അത് ഇൻസ്റ്റാൾ ചെയ്തത്. പല പ്രാവശ്യം വരാറുണ്ടായിരുന്നു. നഗരപാർക്കിൽ വരാറുണ്ടായിരുന്നു. വളരെ ദൂരത്തുള്ള സ്ഥലമാണ്. പല പ്രാവശ്യം അദ്ദേഹം അവിടെ എത്താറുള്ളപ്പോൾ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ വളരെ ക്ഷീണിതനായിരിക്കുന്നു എന്ന്. ഞങ്ങൾ ആദ്യം കുറച്ച് വിശ്രമിച്ചാലും എന്നാൽ എപ്പോഴും അദ്ദേഹം പറഞ്ഞായിരുന്നു, ഞങ്ങൾ മുജാഹിദാണ്, നമ്മൾ പട്ടണവാസികളാണ് വിചാരിച്ചിട്ട് നമ്മൾ വളരെയധികം നർമ്മ സ്വഭാവക്കാരാണ് നിങ്ങൾ വിചാരിക്കരുത്. എപ്പോഴും സേവനത്തിനായി അദ്ദേഹം തയ്യാറായിരുന്നു. ഫായിദലാക്ക അദ്ദേഹം പറയുന്നു, മൻസൂർ സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം 12 വയസ്സ് മുതൽ ഞാൻ ഇദ്ദേഹത്തെ അറിയും. അദ്ദേഹം ഹത്ഫാലുണ്ടായിരുന്നു. എപ്പോഴും വളരെ താല്പര്യത്തോടെ വളരെ ആവശ്യത്തോടെ ജമാഅത്തി പ്രവർത്തികളിൽ അതിന്റെ മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു. എപ്പോഴും പൊസിഷൻ അദ്ദേഹത്തിന് കിട്ടാറുണ്ടായിരുന്നു. എപ്പോഴും 1ാം സ്ഥാനമായി ലഭിച്ചിരുന്നത്. എപ്പോഴും 1ാം സ്ഥാനം ലഭിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നു. ഒരിക്കലും തന്നെ 2-3 സ്ഥാനങ്ങൾ അദ്ദേഹം തൃപ്തനായിരുന്നില്ല. സ്കൂളിന് ശേഷം പിതാവിന്റെ കൂടെ അദ്ദേഹം സഹായിക്കാൻ പോകാറുണ്ടായിരുന്നു. കൂടെ തന്നെ ജമാഅത്തി ഉത്തരവാദിത്തങ്ങളും കൂടെ തന്നെ അദ്ദേഹം നിർവഹിക്കാറുണ്ടായിരുന്നു. തന്റെ വീട്ടിലെ ജോലികളെക്കാൾ ജമാഅത്തി കാര്യങ്ങൾക്കാണ് കൂടുതൽ നൽകിയിരുന്നത് എന്ന് പോലും തോന്നിപ്പിക്കുമായിരുന്നു. യുവാക്കളെ പോലെ അദ്ദേഹം തന്റെ സമയം പാഴാക്കിയായിരുന്നില്ല. വളരെ വിനയത്തോടെ അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു. ടോമിക്കാലൻ ഇദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരുപാട് ശ്രമിക്കണേ അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അദ്ദേഹം പാകിസ്ഥാൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. മുറബി സിൽസില താഹിർ സാഹിബ് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. 20 വർഷക്കാലമായി ഒരിക്കലും തന്നെ അദ്ദേഹം വളരെ കഠിനമായി പറയുന്നതായിട്ടോ അദ്ദേഹം ഉച്ചത്തിൽ സംസാരിക്കുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം വിനയത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നൈർമല്യത്തിന്റെയും ഒരു ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന വ്യക്തിയായിരുന്നു. കാനഡയിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവുണ്ട്.
അവർ പറയുന്നു, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കറാച്ചിയിലെ അവസ്ഥ കാരണത്താൽ അദ്ദേഹത്തെ ഹിജ്റത്ത് ചെയ്യാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഏത് തരത്തിലുള്ള അവസ്ഥയെയും അതിനെ ഗൗനിക്കാതെ തന്റെ മാതാവിനോടൊപ്പം പാകിസ്ഥാനത്തിൽ തന്നെ താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. തന്റെ മാതാവിന്റെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം നിറവേറ്റി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മഷൂദ് ഹസൻ ഖാലിദ് സാഹിബ് മറബി അദ്ദേഹം പറയുന്നു, വിനീതൻ ഷഹീദ് മർഹൂമിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷഹീദ് മർഹൂം പറഞ്ഞു, ഷഹീദായ ആൾക്കാർ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇത് തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ഈ സ്ഥാനം നൽകിയത്. ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ജനാസ അവരുടെ അള്ളാഹു അദ്ദേഹത്തിന് ചർച്ച ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ മുക്കറം എഞ്ചിനീയർ ഫാറൂഖ് അഹമ്മദ് ഖാൻ സാഹിബിന്റേതാണ്. നായിബ് അമീർ ജമാഅത്ത് പിഷാവർ ജില്ലയിലെ നായിബ് അമീറാണ്. ഫാറൂഖ് അഹമ്മദ് ഖാൻ സാഹിബ് മുക്കറം മഹമ്മദ് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. റബ്വാലിൽ നിന്ന് പിഷാവറിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷൂറയ്ക്ക് ശേഷം വണ്ടിയുടെ ടയർ പൊട്ടി. അതിന്റെ കാരണത്താൽ അപകടമുണ്ടായി. അദ്ദേഹം വണ്ടിയിൽ നിന്ന് പുറത്ത് റോഡിൽ വീണു. അതിന്റെ കാരണത്താൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാവുകയുണ്ടായി. ഹൈവേ പോലീസ് അദ്ദേഹത്തെ ഉടനെ തന്നെ ചക്വാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. രാജുവൻ ഫാറൂഖ് സാഹിബിന്റെ കുടുംബത്തിൽ അഹമ്മദ് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതാമഹൻ അമുഗുൽ സാഹിബിലൂടെയാണ് വന്നത്. അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം ലാഹോറിയുടെ കൂടെ പോയി. പിന്നീട് ഫാറൂഖ് ഖാൻ സാഹിബ് 1989 ബൈഅത്ത് ചെയ്യുകയും ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് 2 സഹോദരന്മാരും ജമാഅത്തിൽ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. 1954 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠിച്ചു. സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1985 ഒരു അഹമ്മദി കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. വളരെയധികം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തിയും എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതക്കാരനുമായിരുന്നു അദ്ദേഹം. വളരെ ബഹുമാന്യ വ്യക്തിയായിരുന്നു. ജമാഅത്ത് അഹമ്മദിയ പിഷാവറിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഖ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ സംതൃപ്ത കുടുംബങ്ങൾക്കും ക്ഷമ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ, 2 മക്കൾ, ഒന്ന് 25 വയസ്സും ഒന്ന് 17 വയസ്സുമാണ് കുട്ടികളുള്ളത്, ആൺകുട്ടികൾ. ഒരു മകളുണ്ട്. അള്ളാഹു ഇവർക്ക് ക്ഷമയും സബറും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.